ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലക്ഷേത്രവുമാണ്. സിംഹേ വിംശതിരാതിത. ചിങ്ങം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. അതിനാൽ ഈ ചിങ്ങമാസം സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ പ്രായേണ എല്ലാവിധ സൗഭാഗ്യങ്ങളും ചിങ്ങൻ രാശിക്ക് അനുഭവിക്കുവാനുള്ള സമയമാണ് സംജാതമാകുന്നത്. ചിങ്ങൻ രാശി ആരൊക്കെയാണ്? മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. സ്വതവേ അഷ്ടമ ശനിയും 12-ലുള്ള വ്യാഴവും അങ്ങേയറ്റം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കിയിരിക്കും ചിങ്ങൻ രാശിക്കാരെ. ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി ആരാണ്? ചിങ്ങൻ രാശിയെ സംബന്ധിച്ചോളം അവരുടെ വിവാഹമാണ്, ദാമ്പത്യമാണ്, ഭാര്യാഭർത്തൃ ബന്ധമാണ്. നഷ്ടപ്പെടുന്ന കാശൊക്കെയാണ് ചിന്തിക്കേണ്ടത്. 5-ാം ഭാവം സന്താനപതിയായ വ്യാഴമാണ് 12-ൽ നിൽക്കുന്നത്. അതിനാൽ ദാമ്പത്യത്തിലും സന്താന വിഷയത്തിലുമൊക്കെ തന്നെ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടവരാണ് ചിങ്ങൻ രാശിക്കാർ. പക്ഷേ ഈ ഒരു മാസക്കാലം സെൽഫ് മെയ്ഡായി പല കാര്യങ്ങളിലും ചിങ്ങൻ രാശിക്കാർക്ക് പ്രാപ്തി വരുന്ന സമയമാണ്. അങ്ങനെയൊരു സവിശേഷത ചിങ്ങൻ രാശിക്കാർക്കുണ്ട്. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു. പ്രഭുപരിഗ്രഹാത് ആയതിയും
സ്വമന്ദിരഗതേ ഗൃഹേ പ്രഭു പരിഗ്രഹാത് ആയതിം. തനിക്ക് പ്രഭുവിൽ നിന്ന്, യജമാനിൽ നിന്ന്, രാജാവിൽ നിന്ന് വരവുണ്ടാകും. പ്രഭുത്വം, തനിക്കൊരു പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ലഭിക്കും. നവം ഭവനം ഉർവരാക്ഷിതി മുബൈതി. ഭൂമിപരമായ എല്ലാ ഭാഗ്യങ്ങളും സംജാതമാകും. ചിങ്ങൻ രാശിക്കാർക്ക് ഒരു ചിങ്ങമാസം പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സ്ഥാപത്യ കർമ്മങ്ങൾ, കുറ്റിയടിക്കുക മുതലായ കർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കുവാൻ നല്ലൊരു മാസമാണ് ചിങ്ങമാസം. ജനേ ബഹുമതിയും സകല നഷ്ടവസ്തുന്യപി. തനിക്ക് നഷ്ടപ്പെട്ട് എന്ന് കരുതിയതൊക്കെ തിരിച്ചു കിട്ടും. ജനങ്ങൾ തന്നെ ബഹുമാനിക്കും. ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ നടക്കും ചിങ്ങൻ രാശിക്കാർക്ക്. ഇവിടെ ഈ ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം ഈ ഒരു ചിങ്ങമാസം സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ ഒരു പ്രഭാവം, തേജസ്, ആത്മപ്രഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അന്യമായെന്ന് കരുതുന്നതൊക്കെ തൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ സ്വായത്തമാക്കാൻ, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ സ്വായത്തമാക്കാൻ ഒക്കെ തന്നെ ഈ സൂര്യൻ വളരെയധികം എന്തു ചെയ്യും, ചിങ്ങൻ രാശിക്കാരെ പ്രാപ്തരാക്കുന്നതാണ്. തുങ്കയഷ്ടിം വിധത്തെ വലിയ വടി കൈമൽ പിടിക്കുമെന്നാണ് ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സന്തവേ ധാരതായാതവർക്കാൽ. ബന്ധുക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും തനിക്ക് മാനസിക പ്രയാസങ്ങൾ വളരെയധികം വരും. വവുപീഡ്യതേ വാദപിത്തേന നിത്യം. വാദപിത്തങ്ങളാൽ ബുദ്ധിമുട്ടുകൾ വരും. സവൈ പര്യടൻ. ഇദ്ദേഹം ധാരാളം പര്യടനം ചെയ്യും. ഹ്രാസവൃദ്ധിം പ്രയാതി. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഏതായാലും ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസക്കാലം ഒരു വളരെ സുഖകരമായൊരു അവസ്ഥ സംജാതമാകും. നന്നായി ശിവപ്രീതി ചെയ്യുക, ശിവക്ഷേത്ര ദർശനം, അവിടെ ഐക്യമത്യം ചെയ്യുക, ദാമ്പത്യ ശ്രേയസ്സിന് വേണ്ടി. അതൊക്കെ നന്നായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.